ഈ കാണുന്ന പഴയൊരു വാൾ ഫാനായിരുന്നു. അപ്പോൾ ഇതിന് എനിക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇതിൽ നിന്ന് ഞാൻ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഡി സിയിൽ, അതായത് 12 വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപയോഗിച്ച് വന്ന മോട്ടർ ഈ കാണുന്ന പോലത്തെയാണ്. അതുപോലെ ഇങ്ങനത്തെ 12 വോൾട്ട് ഡി സി മോട്ടറിൽ പിടിപ്പിക്കാൻ പറ്റിയ ഇങ്ങനത്തെ ഫാനിൻ്റെ ലീഫും മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ ചെറുതും കിട്ടും, ഇതിൻ്റെ വലുതും ഉണ്ട്. അതുപോലെ ഞാനിവിടെ പഴയ മോട്ടറിൻ്റെ ആ ഒരു പുറമേയുള്ള കവറൊന്നും കളഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ളിലാണ് ഡി സി മോട്ടർ പിടിപ്പിച്ചേക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ഡി സി മോട്ടർ ഉപയോഗിച്ച് ഫാൻ ഉണ്ടാക്കുമ്പോൾ ഇതിനുള്ള സ്പീഡ് കൺട്രോളർ അതും നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഒരു സ്പീഡ് കൺട്രോളിന് 59 രൂപയാണ് ആയത്. ഞാനിത് മേക്കർ ബസാറിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഇങ്ങനത്തെ ഡി സി മോട്ടർ 180 രൂപയാണ്. പിന്നെ ഈ ഒരു മോട്ടറിൽ കറക്റ്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ലീഫ് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ കടകളിലും മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വലിയ സൈസുള്ള ലീഫ് മേടിക്കാൻ കിട്ടും. ഈ ഒരു ലീഫ് എനിക്ക് ടെക്നോ ഫ്രീക്ക് ബൈ മിഥുൻ, ഈ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്ന മിഥുൻ ബ്രോ എന്നാണ്. അപ്പോൾ ഈ ഒരു ലീഫ് നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇറക്കി വെക്കുക. ഈ ഒരു സ്ക്രൂ ടൈറ്റ് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാനിവിടെ പഴയ മോട്ടറിൻ്റെ കവറിൽ ഈ രീതിയിലാണ് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഫാൻ സെറ്റപ്പ് ആക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ബാറ്ററിയിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫാൻ വർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും കിട്ടും ഇതിന്. ഞാനിവിടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത് ജസ്റ്റ് ഈ വീഡിയോയിലൂടെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ മോട്ടറൊക്കെ ഉപയോഗിച്ച് ഫാൻ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പം ഇതിൻ്റെ ആ ഒരു സേഫ്റ്റി കാർഡും കൂടി ഇട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ല RPM ഉള്ള മോട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് അങ്ങനെ ലൂസായി തെറിച്ചെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും.